ഹലോ ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു സമ്മർ സീസണിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഷേക്കാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്ക് കൂടിയാണിത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കിട്ടി വരുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രം ചെയ്യാവുന്ന ഒരു ഷേക്കാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കവർ പാലാണ്. ഇത് പാസ്ചറൈസ്ഡ് പാലായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചൂടാക്കുന്നൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഫ്രോസൺ ചെയ്തിരിക്കുന്ന പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു ബനാനയും ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഹോർലിക്സുമാണ് ചേർക്കുന്നതിലേക്ക്. നമ്മുടെ ഫ്രോസൺ ചെയ്തിരിക്കുന്ന പാല് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ബനാനയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹോർലിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം ഹോർലിക്സാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവറായിട്ടുള്ള ഹോർലിക്സാണ് ഞാനതിൽ ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം എത്രത്തോളം വേണോ എന്നതിനനുസരിച്ച് നമുക്കിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് അടിച്ച് അതിനുശേഷം നമുക്കതിൻ്റെ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഞാൻ 2-3 ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ആ ഐസ് ക്യൂബ് ഇട്ട് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന കാരണം ആ ഒരു ഐസിൻ്റെ ക്രിസ്റ്റൽസ് കൂടെ നമുക്ക് ഒന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡിയാണ്, സെർവ് ചെയ്യാനായിട്ട് റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷാർജ ഷേക്കാണിത്. ആകെ നമ്മൾ നേരത്തെ ഉണ്ടാക്കാനാണ് പാലൊന്ന് ഫ്രോസൺ ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നീട് മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന ചെറിയ 1-2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രം നമുക്ക് ചെയ്യാവുന്ന ഒന്നുമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഇതിന് ടോപ്പിങ്സ് ആയിട്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഐസ്ക്രീം ഇഷ്ടമുള്ളതാണ് ഐസ്ക്രീം അതിൻ്റെ മുകളിലേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ആ ചോക്ലേറ്റിൻ്റെ ഹോർലിക്സിൻ്റെ പൗഡർ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. സമ്മർ സീസണിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഡ്രിങ്കൊക്കെ കുടിക്കണം എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.